അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദമാണ് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുക. കെ രമ MLA ആണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അമൽ തേനമറമ്പിൽ നിയമസഭയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടി എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം വിവിധ തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതിനിടയിൽ കൂടിയാണ് TP കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു വിഷയം വരുന്നത്. കൃത്യമായിട്ടുള്ള മറുപടി അത് സഭയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നോക്കിയിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇത് മുൻനിർത്തി പ്രതിപക്ഷം മുന്നിലേക്ക് പോവുകയാണ്. ശക്തമായ പ്രതിഷേധം എന്തായാലും ഉയർത്തും. സഭയിൽ എന്തായിരിക്കും ഇന്ന് സംഭവിക്കുക? ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അനധികൃതമായി ശിക്ഷാ ഇളവ് നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും അതിന് പിന്നാലെ വലിയ തോതിലുള്ള വിവാദം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ രമ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് സമൂഹത്തിൽ വലിയ തോതിലുള്ള ആശങ്ക ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ DGP അടക്കം ഈ വിഷയം ജയിൽ DGP അടക്കം ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം കണക്കിലെടുത്തുകൊണ്ട് ആ വിശദീകരണം മുൻനിർത്തി ചർച്ച വേണ്ട എന്നൊരു നിലപാടിലേക്ക് സർക്കാർ പോകും. സ്വാഭാവികമായും സർക്കാർ ചർച്ചയ്ക്ക് വഴങ്ങാനിടയില്ല. വലിയ തോതിലുള്ളൊരു ബഹളമാണ് സഭയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്ക് അനധികൃതമായി സഹായം ചെയ്യാൻ സർക്കാർ തുടക്കം മുതൽ ഇടപെട്ടു എന്നൊരു വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഈ അണ്ണൻ സിജിത്ത്, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷാഫി, TK രജിസ്റ്റർ തുടങ്ങിയ 3 പ്രതികൾക്ക് അനധികൃതമായി ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് വിമർശനം. ഈ പോലീസിനോട് ഇത് സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ട് ചില റിപ്പോർട്ടുകളും മറ്റുമൊക്കെ തേടിയിരുന്നു. ഈ പ്രതികളുടെ പശ്ചാത്തലം സംബന്ധിച്ച് ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇളവ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകാനാണ് ഇരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ വിഷയം വലിയ തോതിലുള്ള വിവാദമായി മാറുകയും ആ തീരുമാനത്തിൽ നിന്ന് പിന്നീട് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു. ഈ വിഷയത്തിൽ എന്തായാലും വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ സഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സഭയ്ക്ക് അകത്ത് ഇതാണ് വിഷയമെങ്കിൽ സഭയ്ക്ക് പുറത്തും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട്. ഇന്ന് യൂത്ത് ലീഗിന്റെ മാർച്ച് +1 വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ആ മാർച്ചും സംഘർഷത്തിൽ കലാശിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണമാണ് സഭയ്ക്ക് പുറത്ത് പോലീസ് ഈ മാർച്ചിനെ നേരിടാനായി ഒരുക്കിയിരിക്കുന്നത്. അതിന് സമാനമായി തന്നെ സഭയ്ക്കകത്ത് ടി.പി. ചന്ദ്രശേഖരൻ വിഷയമുയർത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഉയരും.